എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ആ ഒരു നെക്ക് ഡിസൈനും അതുപോലെ തന്നെ സെന്ററിൽ വരുന്ന ആ ഒരു ഡിസൈനും എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എ ലൈൻ കുർത്തി എങ്ങനെയാ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അത് ലൈനിങ് വെച്ചിട്ടായാലും ലൈനിങ് ഇല്ലാണ്ട് ആയാലും എങ്ങനെയാ ചെയ്യാന്ന് നമ്മൾ ഇതിനോടകം മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ അത് കണ്ടു നോക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഡിസൈൻ എങ്ങനെയാ ചെയ്യാന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫ്രണ്ടിലേക്കുള്ള ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും കൂടി ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 7 ഇഞ്ചാണ് ഷോൾഡർ. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 ഇഞ്ച് നമ്മൾ ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇൻക്ലൂഡിങ് ഷോൾഡർ സ്ലോപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 7.5 ഇഞ്ച് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അവിടെ സാധാരണഗതിയിൽ നമ്മൾ ആദ്യം ബാക്കിൽ ആം ഹോൾ കുഴിച്ചു വരയ്ക്കും, അതിനുശേഷം ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ചു വരയ്ക്കും. ഇവിടെ നമുക്ക് ഫ്രണ്ടിലെ പീസ് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ ആണ് കുഴിച്ചു വരയ്ക്കുന്നത്. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് 9 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിന്റെ ലെങ്ത് 14 ഇഞ്ചാണ്. അതിന്റെ വിഡ്ത്തായിട്ട് 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റ് നമുക്ക് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരയ്ക്കാം. വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് ബോട്ടത്തിലേക്ക്, അതായത് നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്ത് ആ ലെങ്ത്തിലേക്ക് ആംഗിൾ ആയിട്ട് ചെരിച്ചിട്ട് മാക്സിമം വിടുത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ എയർലൈൻ കുർത്തിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. ഇനി അതല്ല ഹിപ്പ് പോയിന്റ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്യാം. 2 രീതിയിലുള്ള കട്ടിങ്ങും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നെക്ക്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെന്ററിൽ വരുന്ന ഒരു ഡിസൈൻ രണ്ടും നമ്മൾ ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്ത് ആയിട്ട് കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി 1/2 ഇഞ്ചിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്തെടുക്കുന്നുണ്ട്. സൈഡിലുള്ള അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് ഒന്നിച്ചാണല്ലോ ഉണ്ടാവുക. അപ്പൊ അതായത് ബാക്കിൽ ആം ഹോൾ കട്ട് ചെയ്തിട്ട് എല്ലാ അളവ് പ്രകാരം കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലെ ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ 2 ക്യാൻവാസ് പേപ്പർ വേണം. ഒന്ന് നമുക്ക് നെക്ക് ചെയ്യാനും ഒന്ന് സെന്ററിലുള്ള പീസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് 2 പീസ് ക്യാൻവാസ് പേപ്പർ വേണം. സെന്ററിലുള്ള പീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന അളവ്, അതായത് 2 ഭാഗത്തേക്ക് എടുക്കുന്ന അളവ്, സ്ക്വയർ ആയിട്ടുള്ള പീസ് എടുക്കുക. 2 ഭാഗത്തേക്ക് എടുക്കുന്ന അളവ് സെയിം ആയിട്ട് എടുക്കുക. അപ്പൊ ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുക. അത് നമുക്ക് ഏത് ക്ലോത്ത് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിന്റെ ചീത്ത വശത്ത് ഇതൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് നെക്കിലേക്ക് വരാം. നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ നെക്കിന് ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ 2 ആക്കി മടക്കി കൊടുക്കുക. കറക്റ്റ് 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. കറക്റ്റ് നടു ഇതേപോലെ മടക്കുക. മടക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് 3 ഇഞ്ചായിരുന്നു നെക്ക് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്തത്. അതേ 3 ഇഞ്ച് ഇവിടെ നെക്ക് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ചാണ് ഞാൻ നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. അതായത് ഫ്രണ്ടിലെ നെക്കിന് 6 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. അപ്പൊ ആ 6 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്തു, 3 ഇഞ്ച് നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്തു. ഇത് രണ്ടും കൂടി നമ്മളൊരു ബോക്സ് ആയിട്ട് വരച്ചു. ഇനി നമ്മൾ താഴേന്ന് നേരെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ 1.5 എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തൊരു ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള ഒരു അളവാണ്. നിങ്ങൾക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈനും കൂടി വരച്ചു. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ലൈനിന്റെ ഉള്ളിൽ ഞാൻ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. സ്കെയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കൈ വെച്ചിട്ട് റാൻഡം ആയിട്ട് റൗണ്ട് നെക്ക് വരച്ചാൽ മതി കേട്ടോ. മുകളിലിരിക്കുന്ന കോളത്തിന്റെ അകത്താണ് നമ്മളിപ്പോ റൗണ്ട് നെക്ക് വരച്ചിട്ടുള്ളത്. താഴെ ഇരിക്കുന്ന കോളത്തിന്റെ അകത്ത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ ആ എൻഡ് പോയിന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ് വരേണ്ടത്. ആ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് വളരെ നേർത്ത് വരുന്ന രീതിയിൽ, അതായത് പോയിന്റഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കൈ വെച്ച് വരയ്ക്കണമെങ്കിൽ കൈ വെച്ച് വരയ്ക്കാം, സ്കെയിൽ വെച്ച് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കാം. 2 രീതിയിലും വരയ്ക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ മുകളിൽ കുറച്ച് ക്യാൻവാസ് പേപ്പർ അങ്ങനെ തന്നെ വെച്ചിട്ട് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സെന്റർ എവിടെയാണെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സെന്ററിൽ ഇതേപോലെ ഒരു കട്ടും കൂടി കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് പീസിലാണോ നെക്ക് ചെയ്യണേന്ന് വെച്ചാൽ ആ പീസിന്റെ ചീത്ത വശത്ത് ഈ ഒരു നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ നെക്ക് ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇനി ഞാനിവിടെ ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് തന്നെ എടുക്കുക, ഒരു കാരണവശാലും സ്ട്രെയിറ്റ് പീസ് എടുക്കരുത്, ക്രോസ് പീസ് എടുക്കുക കേട്ടോ. അപ്പൊ ബ്ലാക്ക് കളറിലുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ച് കട്ടിയുള്ള ത്രെഡ് ഉണ്ടാവും, നമുക്ക് മേടിക്കാൻ കിട്ടും ഷോപ്പിലൊക്കെ. ആ ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല ത്രെഡ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2 ആക്കി മടക്കുക. അതൊരു 1.5 ഇഞ്ച് വിട്ടുള്ള ക്ലോത്ത് എടുക്കുക, ക്രോസ് പീസ് എടുക്കുക, അതിനെ കറക്റ്റ് 2 ആക്കി മടക്കി കൊടുത്തിട്ട്
അതിന്റെ അരികു വശം, അതായത് നമുക്ക് ത്രെഡിന്റെ എത്ര പൈപ്പിംഗ് വേണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് അരികിലൂടെ നമ്മളിങ്ങനെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, ഇല്ലാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ഒക്കെ സെയിം ഒരേപോലെ തന്നെയാണ്. ഇവിടെ ഞാൻ സെന്ററിൽ പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പൈപ്പിംഗ് ത്രെഡ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നെക്ക് ക്യാൻവാസ് പേപ്പറിൽ ഉണ്ടായിരുന്ന നെക്ക് ഇതേപോലെ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ വശം ഒഴിച്ചിട്ട് ബാക്കി 3 വശവും നമ്മൾ ഇതേപോലെ ക്ലോത്ത് ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മുകൾ വശം വേണ്ട, ബാക്കി 3 സൈഡും ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ ക്യാൻവാസ് പേപ്പറിലുള്ള പീസിന്റെ സെന്ററും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ പീസിന്റെ സെന്ററും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെന്റർ ടു സെന്റർ വെക്കുക. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ വെക്കുന്നത് കേട്ടോ. സെന്റർ ടു സെന്റർ വെക്കുക. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിനു ശേഷം നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിലുള്ള നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റ് ആ ക്യാൻവാസ് പേപ്പറിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ ഷേപ്പ് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുക. അതായത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിലുള്ള ക്ലോത്തും അതുപോലെ തന്നെ നമ്മുടെ നല്ല ക്ലോത്തും നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാനുണ്ടാവും. നിങ്ങൾ ലൈനിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ലൈനിങ്ങും ഉണ്ടാവും. അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പൊ ഒരു 1/4 ഇഞ്ചിലെ ക്ലോത്ത് വെച്ചില്ലേ, ആ ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മൾ കൊടുത്ത സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മറച്ചെടുക്കുക. അതായത് ഇപ്പൊ നമ്മുടെ ക്യാൻവാസ് പേപ്പർ നല്ല വശത്താണ് ഇരിക്കുന്നത്, അപ്പൊ നമുക്കതൊന്ന് മറയ്ക്കണം. മറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ 1/4 ഇഞ്ചില് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ടുള്ള ആ ക്ലോത്തിന്റെ ഭാഗവും നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പീസും ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഏത് നെക്കിന്റെ ഷേപ്പാണോ കൊടുത്തതെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഒരു കാരണവശാലും നെക്കിന്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് വരാത്ത രീതിയിൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ ഒരു പീസ് നമ്മുടെ നെക്കിന്റെ ബാക്ക് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഒന്നും കൂടി പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സെയിം അതേ സ്റ്റിച്ച് തന്നെ ഒന്നും കൂടി ചെയ്യുക. നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നെക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സെന്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് ഞാൻ ഇതേപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 സൈഡിലും ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 4 സൈഡിലുള്ള ക്ലോത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളോട്ടേക്ക്, അതായത് ചീത്ത വശത്തേക്ക്, ക്യാൻവാസ് പേപ്പറിന്റെ ചീത്ത വശത്തേക്ക് മടക്കി വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, മാക്സിമം അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെന്ററിലൂടെ ഒന്നും സ്റ്റിച്ച് ചെയ്യരുത്, കാരണം ആ സ്റ്റിച്ച് പുറമേക്ക് കാണും. അപ്പൊ അതുകൊണ്ട് മാക്സിമം അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം കളറിലുള്ള ത്രെഡ് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. അപ്പൊ ഞാനിവിടെ 4 വശവും ഇതേപോലെ ഒന്ന് സൈഡിലൂടെ, മാക്സിമം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ താഴ്വശത്തായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടൈപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ക്വയർ ടൈപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതായത് പൈപ്പിംഗ് പോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പൈപ്പ് പോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട്. രണ്ടും ഗോൾഡൻ കളർ ആണ് പ്രിഫർ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ സെയിം കളറിലുള്ള, അതായത് നമ്മുടെ ഈ ഒരു ബീഡിന്റെ സെയിം കളറിലുള്ള ത്രെഡ് സൂചിയിൽ കോർത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ, നിങ്ങൾക്ക് അറിയാലോ സാധാരണ നമ്മൾ തുന്നി കൊടുക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, 4 ഭാഗങ്ങൾ ഒരേ സൈഡ്സ് ആണ്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് തുന്നിയെടുക്കുക. തുന്നിയെടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യണ എന്താന്ന് വെച്ചാൽ ആദ്യം 10 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് 10 സ്ക്വയർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 11ാമതായിട്ട് നമ്മൾ ഹാഫ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അവസാനം ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ചെറിയ കുഞ്ഞു ബീഡ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 10 ബീഡ്സിന്റെ ഉള്ളിലൂടെ ഒന്നും കൂടി സൂചി ഇതേപോലെ കോർത്തെടുക്കുക. അതായത് നമ്മൾ അവസാനം കൊടുത്തിട്ടുള്ള ബീഡ്സിലൂടെ നമ്മൾ അവസാനം കോർത്തെടുക്കില്ല, ബാക്കി 10 ബീഡ്സിലൂടെ ഒന്നും കൂടി കോർത്തെടുത്തിട്ട് നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ ഒന്നും കൂടി സൂചി കുത്തിയിട്ട് ഇറക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഹാങ് ചെയ്ത് അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് അവസാനത്തെ ബീഡ് നമ്മൾ ഹാഫ് ബീഡ് എടുക്കാനുള്ള കാരണം. അപ്പൊ നല്ല രീതിയിൽ അത് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾ ആദ്യം 10 എണ്ണമാണ് എടുത്തത്. ഈ രണ്ടാമത് കോർക്കുന്ന സമയത്ത് നമ്മൾ 7 എണ്ണമാണ് എടുക്കുന്നത്. കാരണം ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടാണ് നമ്മൾ കോർക്കുന്നത്. അപ്പൊ 8 എണ്ണം എടുക്കുമ്പോൾ അത്ര തന്നെ ആ ഒരു വ്യത്യാസം അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടാമത് 7 എണ്ണമാണ് എടുക്കുന്നത് കേട്ടോ. സെയിം ഇതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സെയിം ഇതേപോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ ഇതേപോലെ ഒന്ന് തുന്നിയെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തുന്നിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക്
എന്താ പറയുക തുന്നി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തുന്നിയാലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ക്ലോത്ത് അയൺ ചെയ്ത ഈ ഒരു സ്ക്വയർ പീസ്, ഈ പീസിന്റെ 4 സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് തുന്നിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ഒരു ക്ലോത്തിന്റെ സെന്ററിൽ വരുന്ന ഒരു ഡിസൈൻ പോലെ ബീഡ്സ് തുന്നിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതൊരു റെഫറൻസ് വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ ഇതിന്റെ മേലെ പണി എടുക്കുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു അറ്റത്ത് നിന്ന് അടുത്ത അറ്റം വരെ ഇതേപോലെ തുന്നി എടുത്തിട്ടുണ്ട്. ഞാൻ ഉള്ളിലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നെക്ക് ഡിസൈൻ, ആ നെക്ക് ഡിസൈനിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് കറക്റ്റ് സെന്റർ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് 1 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നെക്ക് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ കറക്റ്റ് സെന്ററിൽ നിന്ന് താഴോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സെന്ററിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൈഡിലൊക്കെ പിൻ കുത്തി കൊടുക്കുക. 2 സൈഡിലേക്ക് ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടി പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിനു ശേഷം നമ്മൾ ഈ ഒരു താഴ്വശത്താണ് നമ്മളിപ്പോ ഹാങ്ങിങ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 3 വശത്തായിട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിനു ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ത്രെഡിന്റെ പോർഷൻ ഉണ്ടല്ലോ, അതായത് ആ ഒരു പൈപ്പിങ്ങിന്റെ ഭാഗം, ആ ഭാഗം മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ ബാക്കി എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഈ ഒരു പീസിന്റെ അടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ സ്ക്വയർ ടൈപ്പിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എൽ ഷേപ്പിലേക്ക് വരുന്ന ഭാഗം എത്തുന്ന അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പൈപ്പിംഗ് ഉണ്ടല്ലോ, അതായത് ആ പൈപ്പിങ്ങിന്റെ ക്ലോത്തില് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ള ത്രെഡ് ഉപയോഗിച്ച ഭാഗമല്ല, അല്ലാത്ത ഭാഗത്ത് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക. കാരണം നമുക്ക് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചെറുതായിട്ടൊരു കട്ട് കൊടുത്തിട്ട് നമ്മൾ വളച്ചിട്ട് ആ എൽ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. അവിടുന്ന് നേരെ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ചെറിയൊരു കട്ട് കൊടുക്കുക, താഴ്വശവും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് പൈപ്പിംഗ് നിർത്തുക കേട്ടോ. അതിനുശേഷം താഴ്വശം കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാം. അപ്പൊ ഇതേപോലെ നമ്മൾ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 4 വശത്തിൽ താഴത്ത് നമ്മൾ ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 3 വശത്ത് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവിലും ഈ ഒരു പോർഷൻ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു നമ്മൾ സെന്ററിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്ത് സ്ലീവിന്റെ തട്ടത്തായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എയർലൈൻ കുർത്തി ചെയ്യുക, സ്ട്രൈറ്റ് കുർത്തി ചെയ്യാനുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.